നല്ലൊരു ഭക്ഷണം പോലും ഞാൻ ഇടാതെ ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ ഒരു നേരം കഴിച്ചാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് പറയാനും പ്രയാസം ഉണ്ടാകും. എനിക്ക് മനസ്സിലല്ലേ പ്രയാസമാണ്. ഞാൻ തിന്നു കുടിച്ചുണ്ടാക്കിയ മുതലല്ലേ ഇത്. ഞാൻ പച്ചവെള്ളം കുടിച്ചുണ്ടാക്കിയ മുതലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ദേവി ചെയ്ത് അത് മേടിച്ച് തരണം. വാടക മുറി ചോദിച്ച് ബാർബർ ഷോപ്പിലേക്ക് എത്തിയ യുവാവ കടയുടമയുടെ കണ്ണിൽ മുളകുപൊടി വിതറിയ ശേഷം കഴുത്തിൽ കിടന്ന 2.5 പവന്റെ സ്വർണ്ണമാലയുമായി കടന്നു കളഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുന്നത്തൂർ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സദൻ ഹെയർ സ്റ്റൈൽ എന്ന ഈ സ്ഥാപനത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കടയുടമയായ സദാശിവൻ എന്ന 74 വയസ്സുകാരൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രതിയെ പിടികൂടാൻ സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ചേട്ടാ, കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നല്ലേ? വൈകിട്ട് 6:45 സമയത്തായിരുന്നു. എന്താ സംഭവിച്ചത്? 3 പെൺപിള്ളേർക്ക് മുറി വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. ഞാൻ പെരിങ്ങിലിപ്പുറത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ കടയടച്ച് വെളിയിൽ ഇറങ്ങിയതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ് ഞാൻ കട തുറന്ന് അവനെ മുറി കാണിച്ച് മുറിക്കകത്തൂടെ വന്ന് അടുക്കള കാണിച്ചു. അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു അടയ്ക്കാൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോരും തിരിഞ്ഞ് വന്നപ്പോൾ ഇവൻ പുറകെ കൂടെ കയറി എന്നെ പെടലേക്ക് കയറി അങ്ങ് പിടിച്ച് അമക്കി വെച്ചുകൊണ്ട് മുളക് പൊടി വാരി എൻ്റെ കണ്ണിൽ ചേർത്ത് അതിപ്പോൾ പിന്നെ കുറച്ച് സകലമാണെങ്കിൽ പോട്ടെ എറിഞ്ഞാൽ നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. അവൻ വാരിയം പിടിച്ച് അമക്കി വെച്ചുകൊണ്ട് കണ്ണിൽ കൂടെ മൊത്തം അങ്ങ് തേച്ച് ഞാൻ കുറച്ച് കുസ്തി പിടിച്ച് എന്നിട്ടും പറ്റിയില്ല. ലാസ്റ്റ് ഞാനങ്ങ് ഇതായിപ്പോയി. കാലിന് വേദനയായി. ഞാനങ്ങ് വീണ് ഞാൻ തപ്പത്തേക്ക് അവൻ മാലയും കൊണ്ട് അവൻ സ്ഥലം വിട്ട്. എത്ര പ്രായമുള്ള ആളാണ്? ചിലപ്പോൾ ഒരു 30-35 വയസ്സ് കൂടി പോയി, അത്രയൊക്കെ ഉള്ളൂ. മുഖം കാണാൻ പറ്റിയായിരുന്നോ? മൂക്കും ഒരു ഇത്രയും സ്ഥലം ഒരു ശകലേ ഉള്ളൂ കാണാം. ബാക്കിയെല്ലാം ഓവർ കോട്ട്, എന്തൊരു കോട്ട്, ഔട്ടർ കോട്ട് ഉണ്ടല്ലോ വെളിയിൽ കറുത്തത് ഇട്ടാണ് വന്നത്. ബാക്കി മൂടിയ അവസ്ഥയിലാണ്, കാണാൻ പറ്റത്തില്ല. കാണാൻ വയ്യ. ബാക്കി അവൻ്റെ ഷേവിങ് ആരാണെന്നൊന്നും പിടികിട്ടുന്നില്ല. കാരണം കോട്ട് മുമ്പോട്ടിട്ട് പൊട്ടി ബ്രോക്ക് പോലെ ജാക്കറ്റ് പോലെ അത് മാത്രമേ ഉള്ളൂ. കറുത്തത് പാൻറ്റ് ഒരു കറുത്ത ഇട്ടത് നുങ്കിയാണോ, കറുത്ത നുങ്കിയാണോ ഇനി പാൻറ്റാണെന്ന് എനിക്ക് പ്രയോഗിച്ച് മുഖത്ത് മുഴുവൻ മുളക് പൊടി തേച്ച ശേഷം മാലയും കൊണ്ടാണ് പോയത്. ഞാൻ താഴെ ആക്കിച്ചേ പോയത് മാല അവൻ ഓടി. അപ്പോൾ എനിക്കപ്പോൾ ഓടി വരാൻ പറ്റിയില്ല. കാരണം ഇങ്ങനെയുള്ള അത്രയും ദൂരം എനിക്ക് വരാനുള്ള തൊട്ടുമുട്ടൊക്കെ ഇല്ലേ, അതുകൊണ്ട് എനിക്ക് ഓടി വരാൻ പറ്റിയില്ല. ഞാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആൾ കടന്നു കളഞ്ഞു. ഞാൻ വന്ന് തപ്പി വന്നപ്പോഴത്തേക്ക് ആൾ മുങ്ങി. പിന്നെ ഞാൻ അവിടെ വന്ന് മറിഞ്ഞും വീണ്. എന്നിപ്പോൾ ഞാൻ വിളിച്ച് ഓടി പോയോ എന്ന് വിളിച്ചപ്പോൾ മൈക്ക് സെറ്റ് സൗണ്ടാണ്. അയ്യപ്പന്മാർ പോകുന്നു. എന്താ ചെയ്യാൻ അന്നേരം ആ കൊച്ചനെ ഞാൻ വിളിച്ച് മോനെ എളുപ്പം വരാൻ പറഞ്ഞു. എന്നെ പിടിച്ചോളാൻ പറഞ്ഞു. ആ കൊച്ചൻ വിളിച്ച് അകത്ത് കൊണ്ടിരുത്തി. പിന്നെ കുറച്ച് ഛർദ്ദിച്ച് കുറച്ച് അത് മുളക് പൊടിയാണ് കണ്ണി. ഇപ്പോൾ അവർ ഐസ് വെള്ളം ഇല്ലെന്ന് പറഞ്ഞ് വേറെ വെള്ളം കൊണ്ടുവന്ന് പിന്നെ വെളിച്ചെണ്ണ മുഖത്തിട്ട്. ഒരു നല്ലൊരു ഭക്ഷണം പോലും ഞാൻ ഇടാതെ ഞാൻ ഉണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശാണ്. എനിക്കെൻ്റെ ഒരു നേരം കഴിച്ചാലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയ കാശാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് പറയാനും പ്രയാസം ഉണ്ടാകും. എനിക്ക് മനസ്സിലല്ലേ പ്രയാസമാണ്. ഞാൻ തിന്നു കുടിച്ചുണ്ടാക്കിയ മുതലല്ലേ ഇത്. ഞാൻ പച്ചവെള്ളം കുടിച്ചുണ്ടാക്കിയ മുതലാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ദേവി ചെയ്ത് അത് മേടിച്ച് തരണം. 22 ഗ്രാം മാല, ഒരു തച്ചിൻ ചെയ്ത ഒരു താഴെ ഒരു താലിയുണ്ട് കൃഷ്ണൻ്റെ, എല്ലാം കൂടെ കൂട്ടിയാണ്. ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ സംഭവം ഉണ്ടാകുമെന്ന്. 33 കൊല്ലം 40 കൊല്ലം ഞാൻ ഈ മുറിയിലായിരുന്നു. ഒരു ദോഷം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതിയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കണ്ടുകെട്ടി എനിക്ക് സ്വർണ്ണം എനിക്ക് തിരിച്ചു തരണം. ക്ഷമിക്കണം, അതെന്തായാലും കിട്ടും കേട്ടോ. പോലീസ് അത് കണ്ടെത്തി തരും. കടയുടെ പിൻഭാഗത്തായി തന്നെ 2 മുറികൾ ഇദ്ദേഹത്തിന് ഉണ്ട്. ആ മുറികൾ വാടകയ്ക്ക് നൽകാനുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് ഈ കടയുടെ മുൻഭാഗത്ത് ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു. ആ ബോർഡ് കണ്ടുകൊണ്ടാണ് ആ യുവാവ് ഇവിടേക്ക് എത്തിയത്. മുൻപ് പലപ്പോഴും ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നുള്ളതാണ് അനുമാനം. എന്താണെങ്കിലും ഈ കടയിലേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു 6:45 കൂടി ഈ കടയ്ക്കുള്ളിലേക്ക് കയറി വരുന്നു. വാടകയ്ക്കുള്ള മുറി വേണം, ആ മുറി ഒന്ന് കാണണം എന്ന് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇദ്ദേഹം ഈ കടയുടെ പിൻഭാഗത്തെ അകത്തായിട്ടുള്ള 2 മുറി കാട്ടിക്കൊടുക്കാൻ വേണ്ടി ഈ യുവാവിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഈ റൂമുകൾ ഈ യുവാവിന് ഈ കടയുടമ കാട്ടിക്കൊടുത്തതിന് ശേഷം ഈ വാതിലൊക്കെ തുറന്ന് പുറത്തേക്കുള്ള വഴിയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കടയുടമ 74 വയസ്സുകാരനായ സദാശിവൻ അകത്തേക്ക് കയറി കുറ്റിയിടുന്ന സമയത്ത് ഈ യുവാവ് പിന്നിൽ നിന്നുകൊണ്ട് മുഖത്തേക്ക് മുളകുപൊടി തേക്കുകയായിരുന്നു എന്നാണ് സദാശിവൻ പറയുന്നത്. ഇപ്പോഴും ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ തറയിലൊക്കെ മുളകുപൊടി വിതറിയ അവസ്ഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ബലം പ്രയോഗിച്ച കണ്ണിലടക്കം മുളകുപൊടി തേച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ഈ തറയിലേക്ക് ഇടുന്നു.
തുടർന്ന് കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്തുകൊണ്ട് ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സദാശിവൻ 74 വയസ്സുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് കാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അയാളുടെ പുറകെ എഴുന്നേറ്റ് ഓടാൻ സാധിക്കുന്നൊരവസ്ഥയായിരുന്നില്ല. അദ്ദേഹം ഇറങ്ങി പുറത്തെത്തിയപ്പോഴേക്കും ഈ പ്രതി സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് ഊർജിതമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. എത്രയും വേഗം ഈ പ്രതിയെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് നിലവിൽ പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും ഈ കടയുടെ മുൻഭാഗത്ത് സ്ഥാപിച്ചിരുന്ന മുറി വാടകയ്ക്ക് നൽകാനുണ്ട് എന്ന ബോർഡ് കണ്ടിട്ടാണ് ഈ പ്രതി ഇവിടേക്ക് എത്തിയത്. മുൻ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഇവിടെ ഇത്തരത്തിലൊരു ബോർഡ് അയാൾ ശ്രദ്ധിച്ചിട്ട് ഇവിടെ നിന്ന് പോയതായിരിക്കാം എന്നുള്ളതാണ് സംശയിക്കുന്നത്. പിന്നീട് ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയം നോക്കി, അധികം ആളുകളില്ലാത്ത ഒരു സമയം നോക്കി ഈ കടയിലേക്ക് എത്തുകയും കടയുടമ ഒറ്റയ്ക്കാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ കവർച്ച നടത്തുകയും ചെയ്തതായിരിക്കാം എന്നുള്ളതാണ് അനുമാനം. എന്താണെങ്കിലും ഈ പ്രതിയെ ഇപ്പോൾ കണ്ടെത്താനുള്ള ഊർജിതമായ ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ കുന്നത്തൂർ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന സദൻ ഹെയർ സ്റ്റൈൽ എന്ന കടയിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വൈകുന്നേരം 6:45 ഒരു യുവാവ് ഈ കടയിലേക്ക് എത്തിയതിനു ശേഷം ഈ കടയുടെ പിൻഭാഗത്തുള്ള ഈ കടയുടമയുടെ ഉടമസ്ഥതയിലുള്ള മുറി വാടകയ്ക്ക് വേണം എന്നാവശ്യപ്പെടുന്നു. ആ മുറി കാണാനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന മുളക് പൊടി കണ്ണിൽ വിതറിയ ശേഷം കവർച്ച നടത്തി മാല പൊട്ടിച്ചുകൊണ്ട് കടന്നു കളയുകയായിരുന്നു. ഈ പ്രതിയെ കണ്ടെത്താൻ ഇപ്പോൾ പോലീസ് ഊർജിതമായി തന്നെ അന്വേഷണം തുടരുകയാണ്. മാന്നാറിൽ നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.